കോട്ടയം തിരുവഞ്ചൂരിൽ യുവതിക്ക് ആഭിചാരക്രിയയുടെ പേരിൽ ഭർതൃവീട്ടിൽ നേരിടേണ്ടി വന്നത് ക്രൂരപീഡനം. ദുരാത്മാവിനെ ഒഴിപ്പിക്കാൻ എന്ന പേരിലായിരുന്നു ഭർത്താവും മാതാപിതാക്കളും ചേർന്ന് ഞായറാഴ്ച ആഭിചാരക്രിയ നടത്തിയത്. മദ്യം നൽകുകയും ബീഡി വലിപ്പിക്കുകയും ചെയ്തെന്ന് യുവതി പറയുന്നു. മുടിയടക്കം പിഴുതെടുത്തു. ഭർതൃമാതാവും പിതാവും ചേർന്നാണ് മന്ത്രവാദിയെ എത്തിച്ചതും പൂജ നടത്തിയതുമെന്നും യുവതി പറയുന്നു. കാലിൽ പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ ഓരോ കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടി അങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എന്നാന്ന് എനിക്കറിയത്തില്ല. എനിക്കത് ഒരു ഓർമ്മയില്ല. പിന്നെ എനിക്ക് വരുന്ന 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് ബോധം പിന്നെയും വന്നത്. ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു. ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകൻ കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച്. അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്ത്. മുടി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി വന്ന് ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാമെന്ന് പുള്ളി പറയുകയും ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ബീഡി വലിച്ച് പൂജ നടത്തിയതിൻ്റെ വീഡിയോ കിട്ടണമെങ്കിൽ എനിക്ക് അവരുടെ വീട്ടിൽ പോകണം. വീഡിയോ ഞാൻ എടുത്ത് അവരുടെ പെങ്ങളാണ് എടുത്തത് ഈ വീഡിയോ ഞാൻ എടുത്ത് ആ വീഡിയോ വന്നിട്ട് എൻ്റെ ചേച്ചിക്ക് ഞാൻ അയച്ചു കൊടുത്ത്. അവരാദ്യം ചെന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ വീഡിയോ കൊണ്ട് കാണിച്ചു. ആഭിചാരക്രിയ നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, എന്തായാലും നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ യുവതിയുടെ വാക്കുകളിൽ ആ ദുരിതം കൃത്യമായി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദുരാത്മാവിന്റെയും പ്രേതാത്മാവിന്റെയും ഒക്കെ പേരിലാണ് ഈ കൊടിയ പീഡനം ആ യുവതി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതും. അവർ പറയുന്നത് എന്താണ്? ഇതിലേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രധാനപ്പെട്ട 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ് ഇവർ 3 പേരുമുള്ളത്. അതായത് ഈ യുവതിയുടെ ഭർത്താവ് അഖിൽദാസ്, പിതാവ് ദാസ്, അതോടൊപ്പം തന്നെ ഈ പൂജകൾക്കൊക്കെ നേതൃത്വം നൽകിയ ഈ തിരുമേനി ആയിട്ടുള്ള ഈ ശിവദാസ് എന്നയാൾ, ഇവർ 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് ഈ ക്രൂര പീഡനത്തിന് ഇരയായ യുവതിയുടെ വാക്കുകളാണ്. ആ യുവതി വലിയ കൊടിയ പീഡനമാണ് തിരുവഞ്ചൂരിലെ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ചത്. അതായത് യുവതിയുടെ അമ്മയുടെ സഹോദരി മരണപ്പെട്ടിരുന്നു. അവരുടെ ദുരാത്മാവ് ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതിനെ ഒഴിപ്പിക്കാൻ പൂജ നടത്തണം എന്നാണ് ഈ ഭർത്താവിന്റെ അമ്മ ആവശ്യപ്പെട്ടത്. മാത്രമല്ല കഴിഞ്ഞ മാസം 26-ാം തീയതിയായിരുന്നു യുവതി ഈ യുവാവിനൊപ്പം ഇറങ്ങിപ്പോകുന്നത്. അവർ പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ തമ്മിൽ ചെറിയ തർക്കങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഈ യുവതിയുടെ മേൽ ദുരാത്മാവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നാണ് ഈ ഭർതൃമാതാവ് സൗമിനി നിരന്തരം പറഞ്ഞത്. അതിനുശേഷമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇത്തരത്തിൽ ഒരു പൂജ നടത്താൻ ആഭിചാരക്രിയ, അതായത് ഈ ബാധയെ ഒഴിപ്പിക്കാൻ എന്ന വണ്ണം ഒരു ആഭിചാരക്രിയ നടത്തുന്നത്. രാവിലെ 11 മണി മുതൽ ഈ പൂജ ആരംഭിച്ചു എന്നാണ് യുവതി പറയുന്നത്. തിരുവല്ലയിൽ നിന്നുള്ള ശിവദാസ് എന്നയാളാണ് തിരുമേനിയായി ഇവിടേക്ക് വന്നത്, ഈ പൂജ നടത്തുന്ന മന്ത്രവാദിയായി ഇവിടേക്ക് വന്നത്. ശേഷം കൊടിയ പീഡനം നടത്തിയെന്നാണ്. അതായത് ഭസ്മം കഴിപ്പിച്ചു, ബീഡി വലിപ്പിച്ചു. അതോടൊപ്പം നമ്മൾ ഈ യുവതിയെ അല്പം മുമ്പ് കണ്ടിരുന്നു. ആ കുട്ടിയുടെ മുഖത്ത് ഈ പൊള്ളിയ പാടുകളുണ്ട്. അതോടൊപ്പം തന്നെ യുവതി ശാരീരികമായി അസ്വസ്ഥയാണ്. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇങ്ങനെ ബീഡി വലിപ്പിച്ചു, മദ്യം കഴിപ്പിച്ചു, ഭസ്മം കഴിപ്പിച്ചു, ഇങ്ങനെ പല വിധത്തിലാണ് ഈ ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഇത്തരം പീഡനങ്ങൾ യുവതിക്കെതിരെ നടത്തിയത്. അതിൽ വലിയ പ്രശ്നം അല്ലെങ്കിൽ മാനസിക പ്രശ്നം വരെ യുവതിക്ക് ഉണ്ടായി. തുടർന്ന് ഈ സ്വന്തം സഹോദരിയെ യുവതി വിളിച്ച് പറയുകയായിരുന്നു, ഇങ്ങനെ കുറച്ച് സംസാരിക്കാറുണ്ടെന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ശേഷം യുവതി തന്നെ വീട്ടിൽ ചെല്ലുകയും അവിടെ ഈ ആഭിചാരക്രിയയുടെ ദൃശ്യങ്ങൾ, നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അത് സ്വന്തം ഫോണിലേക്ക് പകർത്തുകയും അതിനുശേഷം മണ്ണർകാട് പോലീസിലേക്ക് ബന്ധുക്കളുമായി പോവുകയായിരുന്നു. അവിടെ എത്തി പോലീസിൽ പരാതിപ്പെട്ടു. മാത്രമല്ല ദൃശ്യങ്ങൾ സഹിതമാണ് ആ പരാതി നൽകുന്നത്. അതിനുശേഷമാണ് ഈ 3
മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ കൃത്യമായി തന്നെ ഇവർ പറഞ്ഞു, അതായത് ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യുവതിയെ കൊണ്ട് മദ്യം കഴിപ്പിച്ചത്. അത് പൂജയുടെ ഭാഗമാണ്. മാത്രമല്ല ബീഡി വലിപ്പിച്ചു, ഭസ്മം കഴിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് എഫ്ഐആർ ഇടുകയും മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡിലേക്ക് ആവുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഇതിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് അഖിൽദാസിന്റെ അമ്മ സൗമിനി ഇതിൽ പ്രധാന പ്രതിയാണ്. കാരണം അവരാണ് ഈ പൂജയ്ക്ക് നേതൃത്വം നൽകിയത്. അതായത് ഈ പൂജാരിയെ കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്തതും അതിന് ഈ ഭർത്താവിനെ ചട്ടം കിട്ടിയതും ഒക്കെ ഈ സൗമിനിയാണ്. അതുകൊണ്ട് തന്നെ അവർ കേസിലെ പ്രധാന പ്രതിയാണ്. അവർ ഒളിവിലാണ് എന്നാണ് മണ്ണർക്കാട് പോലീസ് പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമായി നടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പൂജയുടെ ആഭിചാര ക്രിയയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു. നമുക്ക് കാണിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളൊക്കെ ഈ ബന്ധുക്കളുടെ കയ്യിലുണ്ട്. അല്പസമയം മുമ്പ് നമ്മളെ കാണിക്കുകയും ചെയ്തു. ഇവിടേക്ക് വീട്ടിലേക്ക് കോട്ടയം നഗരത്തിന് അടുത്ത് തന്നെയാണ് യുവതിയുടെ വീടുള്ളത്. ആ വീടിനകത്ത് വെച്ച് തന്നെ ഈ യുവതിയുടെ ബന്ധുക്കൾ ചില ദൃശ്യങ്ങൾ കൂടി നമ്മളെ കാണിച്ചിരുന്നു. അതായത് യുവതിയെ ഇവിടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന നിലയിലായിരുന്നു അവരുണ്ടായിരുന്നത്. മാത്രമല്ല മുഖത്ത് മഞ്ഞൾ പൂശി ഭസ്മം കഴിപ്പിച്ച് ആ രീതിയിലാണ് അവർ ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ കൊടിയ പീഡനമാണ് യുവതി നേരിടേണ്ടി വന്നത്. എന്തായാലും ഇക്കാലത്തും ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വലിയ കൊടിയ പീഡനം നടക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ട്. അവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. ശരി ബിനിൽ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ് ഈ ആളുകളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത്. കൊടിയ പീഡനം തന്നെയാണ് ആ യുവതി നേരിട്ടത് എന്നുള്ളതാണ്.